നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വിവരങ്ങൾ ചേർന്നുണ്ട്. സുർജിത്ത്, കെ സുരേന്ദ്രന്റെ പരാമർശം വിവാദത്തിലായിട്ടുണ്ടല്ലോ, അവിടെ അതിനെതിരെ പരാതി പോകുന്നു. ടി സിദ്ദിഖ് തന്നെ വാർത്താ സമ്മേളനം നടത്തി അതിനെതിരെ ശബ്ദിക്കുന്നു. എന്തൊക്കെയാണ് വയനാട്ടിലെ ഇന്നത്തെ കാഴ്ചകൾ സുർജിത്ത്? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ ആ വിവാദത്തിന് കുറച്ചുകൂടി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനം വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസ് നടത്തുന്ന വോട്ട് ബാങ്ക് പ്രീണനത്തിനെതിരെയാണ് ആണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, ഈ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ പരിഗണന മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് മാത്രമാണ്. ക്രിസ്ത്യാനികളെ 19% വരുന്ന ക്രിസ്ത്യാനികളെ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വിവാദ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ കേരളത്തിൽ ഇരു മുന്നണികൾക്കും ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ്. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആനുകൂല്യങ്ങൾ പങ്കുവയ്ക്കാൻ LDF UDF തയ്യാറുണ്ടോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കെ സുരേന്ദ്രൻ ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് വളരെ സൗഹാർദ്ദപരമായി ആളുകൾ കഴിയുന്ന നാടാണ് വയനാട്. സ്വാഭാവികമായും ഇവിടേക്ക് ഇത്തരത്തിൽ വിഭാഗീയതയുടെ വിത്തിറക്കാനുള്ള ശ്രമം, ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇതിന് മറുപടിയുമായി ടി സിദ്ദിഖ് MLA-യും അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA-യും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിഭാഗീയമായ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് സുരേന്ദ്രൻ ശ്രമിക്കുന്നത്. വയനാടിന് ഒരു ദുരന്ത കാലമുണ്ടായിരുന്നു. ആ ദുരന്ത കാലത്തിലൊന്നും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളാണ് കെ സുരേന്ദ്രൻ എന്നുള്ള ആക്ഷേപം കൂടി ടി സിദ്ദിഖ് ഉന്നയിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല, നേരത്തെ കോവിഡ് കാര്യത്തിലും അതോടൊപ്പം തന്നെ പ്രളയകാലത്ത് പുത്തുമല അടക്കമുള്ള ദുരന്തങ്ങളുണ്ടായ പശ്ചാത്തലത്തിലും ആ കാലത്തൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളാണ് കെ സുരേന്ദ്രൻ എന്നുള്ള ഒരു വാദം കൂടി ടി സിദ്ദിഖ് MLA മറുപടിയുമായി പറയുന്നുണ്ട്. ഇത്തരത്തിൽ വേദനയിൽ കൂടെ നിൽക്കാത്തവർ ഇപ്പോൾ വന്ന് വർഗീയ ചേരിതിരിവിന് ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ് മറുപടിയായി IC ബാലകൃഷ്ണനും ടി സിദ്ദിഖ് MLA-യും വ്യക്തമാക്കുന്നതിന് മറുപടിയായി ഇവിടുത്തെ വോട്ടർമാർ ഇതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ വിദ്വേഷ പരാമർശം എന്ന് ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ യുവജനതാദൾ വയനാട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അജ്മൽ സാജിദ് കളക്ടർക്ക്, വരണാധികാരി കൂടിയാണ്, അവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാമർശങ്ങൾ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുകയാണെന്നും മതസ്പർദ്ധ വളർത്തുകയാണെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കാനുള്ള കാരണമായി വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ വിവാദമായി വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ കൂടുതൽ സജീവമാക്കുന്നുണ്ട്. ശരി, അതാണ് വയനാട്ടിൽ ഇന്നത്തെ കാഴ്ചകൾ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത്.